മരുന്ന് കൊടുത്തിട്ട് അരിപ്പയിൽ ഇങ്ങനെ അരിക്കായിരുന്നു. അപ്പോൾ അരിച്ചുകൊണ്ടിരിക്കണ നേരത്താണ് ഒരു പൊട്ട് കേട്ടത്. അപ്പോൾ പിന്നെ ആ പൊട്ടി വിടുമ്പോൾ പിന്നെ ആകെ പുകയും പൊടികളും ഓട് വീട്ടിലൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഓടി. പിന്നെ വീണ്ടും വീണ്ടും പൊട്ടാൻ തുടങ്ങായിരുന്നു. പൊട്ടണ ശബ്ദം കേട്ടു. അപ്പോൾ അങ്ങനെ ആകെ പൊടി പട്ടലങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ഓടുകയായിരുന്നു. ഓടുന്ന സമയത്താണ് ഇവിടെ തലയിൽ വന്ന് വീണത്. ഇത് 40 ആളുണ്ടാവും. 40 ചോറ് ഇന്നലെ കൊടുക്കുന്നുണ്ടായി. അപ്പോൾ പുറത്തുനിന്ന് മേടിച്ചു ഹോട്ടലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അറിവ് ഉണ്ട്. അതിലും കൂടുതലാണോ കുറവാണോ എന്നറിയില്ല. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിൽ ഇന്നലെ ഉണ്ടായ അപകടത്തിൽ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ട 2 പേർ ഇന്ന് നമുക്കൊപ്പം ഉണ്ട്. അവിടെ പണിയെടുത്തിരുന്ന സുഭദ്രാമയും വത്സലാമയും. നമ്മുടെ തലയിൽ ഇന്നലത്തെ ആ ഒരു അപകടത്തിൽ പറ്റിയ മുറിവാണല്ലേ? എന്താ സംഭവിച്ചത്? ഇന്നലെ അപകടം പറ്റിയപ്പോൾ എനിക്ക് ഓടി കിടന്നു. അപ്പോൾ എന്തോ ഒരു സാധനം വന്നിട്ട് തലയിൽ വീണു. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഒരു സാധനം വന്നിട്ട് ഇവിടെ തലയിൽ വീണു. എന്താണെന്ന് അറിയുന്നില്ല. അമ്മ അവിടെ പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. പണി കഴിഞ്ഞിട്ട് എനിക്ക് നിൽക്കുകയായിരുന്നു. ചായയുടെ നേരമായി. അപ്പോൾ അതിന് കൈയൊക്കെ കഴുകാൻ എനിക്ക് നിൽക്കുകയായിരുന്നു. പണി കഴിഞ്ഞു. ആ സമയത്തായിരുന്നു. എന്താ ശരിക്കും ആ സമയത്ത് അവിടെ ഉണ്ടായത്? ഒരു അങ്ങനെ ചോദിച്ച് പൊട്ടണ ശബ്ദം കേട്ടു. അപ്പോൾ അങ്ങനെ ആകെ പൊടി പട്ടലങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ഓടുകയായിരുന്നു. ഓടുന്ന സമയത്താണ് ഇവിടെ തലയിൽ വന്ന് വീണത്. ഇപ്പം തലയിൽ എന്താ പരിക്ക് പറ്റുന്നത്? അവിടെ കുറച്ച് താഴ്ന്നു. 3 സ്റ്റിച്ച്. 3 സ്റ്റിച്ച് ഉണ്ട്. ആ സമയത്ത് ഈ വെടിക്കെട്ട് നിർമ്മാണം നടക്കുന്ന ഇതിന്റെ അകത്തായിരുന്നു അത് പുറത്തായിരുന്നു? ഒരു മാവിന്റെ ചോട്ടിലിരുന്നിട്ടാണ് ഞങ്ങൾ ഈ പണിയെടുത്തിരുന്നത്. അമ്മ എത്ര വർഷമായി ഇവർക്ക് കൂടെ? 2 കൊല്ലമായിട്ടുള്ള ഞങ്ങൾ. 2 കൊല്ലമായിട്ടുള്ളതാണ്. അപ്പൊ ഇന്നലെയും കാര്യമായിട്ടില്ല, ഇപ്പം പൂരെടുക്കാറായതുകൊണ്ട് ഇന്നലെയും കാര്യമായിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്താ സത്യത്തിൽ ആ ഒരു സമയത്ത് എത്ര പേരുണ്ടായിരുന്നു അവിടെ? ഞങ്ങളൊരു 5 പേര് ഒരു സ്ഥലത്തുണ്ടായിരുന്നു. പിന്നെ ഇപ്പുറത്തും വേറെ പല സെക്ഷനായിട്ടാണ് പണിയണത്. ഞങ്ങളിരുന്നിടത്ത് ഒരു 5 പേര്. ഞാനും പിന്നെ അനിത, ഭവാനി, ഒരു പ്രേമ, വേലായുധൻ, ഒരു വിൻസൻ, അങ്ങനെ അത്രയും പേരെ ഞങ്ങളിരുന്നിടത്തുണ്ടായിരുന്നുള്ളൂ. പ്രേമ എന്ന് പറഞ്ഞത് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് പോയി. ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞു? ഈ ഭവാനിക്ക് കാലുമ്മ ഇത് പറ്റിയിട്ട് ഡിസ്ചാർജ് ആയിട്ടില്ല. കുഴ തെറ്റിയെന്ന് പറയണത്. ഓടിയിട്ട് ഈ പുറത്തിരുന്നവർക്ക് കൂടുതൽ പരിക്കേൽക്കാതെ രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലേ? പുറത്തായിരുന്നു. ഈ അകത്ത് എത്ര പേര് ആ സമയത്ത്? എത്ര പേരുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ എത്ര പേർ മൊത്തത്തിൽ ആ ഒരു നിർമ്മാണശാലയിൽ പണിയെടുത്തിരുന്നു? 40 ആളുണ്ടാവും. 40 ചോറ് ഇന്നലെ കൊടുക്കുന്നുണ്ടായി. അപ്പോൾ പുറത്തുനിന്ന് മേടിച്ചു ഹോട്ടലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അറിവ് ഉണ്ട്. അതിലും കൂടുതലാണോ കുറവാണോ എന്നറിയില്ല. വരുന്നൊക്കെ ആൾക്കാർ പണിക്ക് വന്നിട്ടുണ്ടെന്ന് പറയണ്ട. അതൊന്നും ഇപ്പം ഞങ്ങൾക്ക് അറിയില്ല. അതിനെ പറ്റി അറിയില്ല. വത്സലാമയ്ക്ക് പരിക്കുകൾ വല്ലതും സംഭവിച്ചിരുന്നോ? കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ഞാൻ ഓടിയോടത്തിൽ ഒരു ചെറിയൊരു വീഴ്ച വീണ് കാലിൻ്റെ മുട്ടിൽ സ്വല്പം വേദനയുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നും എനിക്കില്ല. അവിടെ എന്താ ചെയ്തോണ്ടിരുന്നത് ആ സമയത്ത്? ഞാൻ ഈ മരുന്ന് കൊടുത്തിട്ട് അരിപ്പയിൽ ഇങ്ങനെ അരിക്കായിരുന്നു. അപ്പോൾ അരിച്ചുകൊണ്ടിരിക്കണ നേരത്താണ് ഒരു പൊട്ട് കേട്ടത്. അപ്പോൾ പിന്നെ ആ പൊട്ടി വിടുമ്പോൾ പിന്നെ ആകെ പുകയും പൊടികളും ഓട് വീട്ടിലൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കണ്ടപ്പോൾ അവിടെ നിന്ന് എനിക്ക് ഓടി. പിന്നെ വീണ്ടും വീണ്ടും പൊട്ടാൻ തുടങ്ങായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഓടി രക്ഷപ്പെട്ടു. ഈ പരിചയത്തിലുള്ള ആരെങ്കിലും പിന്നീട് കണ്ടിരുന്നോ? ഇല്ല, ഞങ്ങൾ ആ ഓരോ വഴിക്ക് ഞങ്ങൾ ഓടിയില്ല. പിന്നെ 4-5 ആൾക്കാർ ഞങ്ങളുടെ നാട്ടുകാരല്ല, വേറെ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്. അവർ ഞങ്ങളെപ്പോലെ ഇതുപോലെ ഓടി രക്ഷപ്പെട്ടു. ഞങ്ങളുടെ ഭാഗത്തേക്ക് അയ്യേ കാരണം. അല്ലാണ്ട് ഇപ്പുറത്തേക്ക് കിഴക്കേ ഭാഗത്താണെന്ന് വെച്ചാൽ ആരെയും ഞങ്ങൾക്ക് കണ്ടിട്ടില്ല, ഞങ്ങൾക്ക് അറിയില്ല ആരൊക്കെയാ എന്താണെന്നൊന്നും അറിയില്ല. ഈ മരണപ്പെട്ടവരിൽ പരിചയമുള്ള ആൾക്കാർ ഉണ്ടോ? 2 ആളെന്നെ ഞങ്ങൾക്ക് ശരിക്കും മരിച്ചു എന്നുള്ളത് അറിഞ്ഞിട്ടുണ്ട്. ആളുടെ മുഖമൊക്കെ പറഞ്ഞ് കേട്ടോ. പിന്നെയുള്ളവരെ ആരൊക്കെയാന്ന് അറിയില്ല. ശരിക്കും അവരെ കണ്ടാലേ കുറച്ചൊക്കെ അറിയുള്ളൂ. പിന്നെ ഇപ്പോഴും കുറേ ആൾക്കാർ പേരുകളും ഞങ്ങൾക്ക് കിട്ടില്ല. കുറേ ആൾക്കാരുള്ളതല്ലേ.